നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. SC/ST കോർഡിനേഷൻ കൊയിലാണ്ടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി 162ാം ജന്മദിനാഘോഷവും നിത്യരോഗികൾക്കുള്ള സഹായ വിതരണവും പേരാമ്പ്രയിൽ നടന്നു. MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന മഹാത്മാ അയ്യങ്കാളിയുടെ 162ാം ജന്മദിനാഘോഷവും നിർധന രോഗികൾക്കുള്ള സഹായ വിതരണവും ഹരിതകർമ്മസേനാ പ്രവർത്തകരെയും ആദരിച്ചു. SC/ST കോർഡിനേഷൻ കൊയിലാണ്ടി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ജന്മദിനാഘോഷം MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി ഗാന്ധിജിയേക്കാൾ 9 വയസ്സ് മൂപ്പുള്ള ഒരാളാണ്. അംബേദ്കറേക്കാൾ 28 വയസ്സ് മൂപ്പുള്ള ഒരാളാണ്. 1863 തിരുവനന്തപുരത്തെ വെങ്ങാനൂരിൽ അയ്യങ്കാളി ജനിക്കുന്നത്. ഗാന്ധി പിന്നെയും കുറച്ച് കഴിഞ്ഞ് 1869 6 വയസ്സ്, ഞാൻ പറഞ്ഞത് 6 വയസ്സ്, 1891 അംബേദ്കർ ജനിക്കുന്നത്. നമ്മുടെ പ്രഭാഷകന്മാര്, നമ്മുടെ ചരിത്രകാരന്മാര് സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്ക് ദളിത് നായകൻ എന്നാണ്. കുഞ്ഞാമൻ മരിച്ചതിന്റെ പിറ്റേന്ന് മാതൃഭൂമി പത്രത്തിന് ഞാനൊരു ലേഖനം എഴുതിയിരുന്നു. അതിന്റെ തലക്കെട്ട് ആരാണ് ഈ ദളിത് ചിന്തകൻ എന്നായി. കാരണം കുഞ്ഞാമൻ എനിക്ക് വളരെ ബഹുമാനമുള്ള, ഒരു ചെറിയ പരിചയമുള്ള ചിന്തകനും എഴുത്തുകാരനുമായ ഒരു വലിയ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ നമ്മുടെ ടെലിവിഷൻകാരും പത്രക്കാരും എല്ലാവരും പറഞ്ഞത് ദളിത് ചിന്തകൻ. അപ്പോ മറ്റുള്ളവരൊക്കെ ചിന്തകന്മാരായിരിക്കുമ്പോൾ കുഞ്ഞാമൻ എന്തിനാണ് ദളിത് ചിന്തകനാകുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അവിടെ ഒരു മറ്റൊരു സ്ഥലത്ത് കൊടുക്കാത്ത റിസർവേഷൻ അവിടെ കൊടുക്കണം. നാരായണ ഗുരു നമ്മൾ ആരെങ്കിലും ഈഴവ പരിഷ്കർത്താവെന്ന് പറയാറുണ്ടോ? ഇല്ല. അപ്പോ കേരളത്തിന്റെ നവോത്ഥാനത്തിൽ ആദ്യകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഗംഭീരമായൊരു രൂപമാണ് അയ്യങ്കാളിയുടേത്. വാസു വേങ്ങേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സഹായ വിതരണം അസറ്റ് ചെയർമാൻ CH ഇബ്രാഹിംകുട്ടി നിർവഹിച്ചു. MCH ചെയർമാൻ P അബ്ദുൾ മജീദ് ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിച്ചു. ND വേലായുധൻ പൂർവ്വകാല നേതാക്കളെ ആദരിച്ചു. ബാബു തത്തക്കാടൻ, മധുകൃഷ്ണൻ, വിനോദ് തിരുവോത്ത്, ബാലഗോപാലൻ, VP വേണു, സാഹി മാസ്റ്റർ, VK അച്യുതൻ, KV ബാലൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. AM മോഹൻ മഹാത്മാ അയ്യങ്കാളി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട, വിദ്യാഭ്യാസം അനുഭവിക്കാത്ത ഒരാളായിരുന്നു. എന്നിട്ടും അദ്ദേഹം സ്വപ്നം കണ്ടത് നമ്മുടെ നാടിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ഏറ്റവും നല്ല മാർഗം ആ നാടിനെ വിദ്യാഭ്യാസപരമായി കൈപിടിച്ച് ഉയർത്തുക എന്നതാണ്. അദ്ദേഹം പഞ്ചമിയുടെ കൈപിടിച്ച് പോയത് ചരിത്രത്തിലേക്കാണ്. MN കാരശ്ശേരി മാഷ് കൃത്യമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു.
മോഹനൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് വേലായുധൻ ആവള നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.